ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറയപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലും. പരിശുദ്ധാത്മാവ് നമ്മൾ നിറയണം, പരിശുദ്ധാത്മാവ് നമ്മളെ ഭരിക്കണമെന്ന് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്നാമതായിട്ട് ഈശോയെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത്, അതായത് ഈശോ പറഞ്ഞേക്കുന്ന പോലെ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കാൻ തക്കവിധത്തിൽ നമ്മൾ തയ്യാറാവണം, ഒരുങ്ങണം. ദൈവത്തിന് ഒന്നാം സ്ഥാനം എൻ്റെ ജീവിതത്തിൽ കൊടുക്കാൻ ഞാൻ തയ്യാറാവണം. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ദൈവമാണ് എൻ്റെ എല്ലാം 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 എന്നുള്ള ആ ഒരു ഉറപ്പിലേക്ക്, പൂർണ്ണതയിലേക്ക്, സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് ഒരു ആത്മാവ് കടന്നെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവനിൽ ജ്വലിക്കും. കൂടുതൽ തീഷ്ണതയോടെ ആ സമർപ്പണം നടത്താൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. രണ്ടാമതായിട്ട് പാപത്തെ ഉപേക്ഷിക്കാനും ഈശോ പറഞ്ഞതുപോലെ വിശുദ്ധിയിൽ ജീവിക്കാനുമുള്ള നമ്മുടെ തീവ്രമായ ആഗ്രഹവും പരിശ്രമവും നമുക്ക് ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും എന്ന് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ സഹായകനാണ് ഈശോ, എന്ന സഹായകനാണ് പരിശുദ്ധ റൂഹ. അതുകൊണ്ട് ഇത്തരത്തിൽ ആഗ്രഹമുള്ള ഒരു വ്യക്തിയെ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ അഭിഷേകത്തിൽ ജ്വലിക്കാൻ നമ്മൾ രണ്ടാമതായിട്ട് പാലിക്കേണ്ടത് പാപത്തെ ഉപേക്ഷിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്തമാണ്. മൂന്നാമതായിട്ട് വിശുദ്ധ കൂദാശകളിലുള്ള നമ്മുടെ സജീവമായ പങ്കാളിത്തമാണ്. നമുക്കറിയാം, മാമോദീസായിലൂടെ, തൈലാഭിഷേകത്തിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിൽ മുദ്രയിടപ്പെട്ടു, സ്ഥിരീകരിക്കപ്പെട്ടു, അവിടുത്തെ ആലയമായിട്ട് മാറി എന്നുള്ളതറിയാം. ഇനി ഈ ലഭിച്ച പരിശുദ്ധ റൂഹ നമ്മൾ ഉജ്ജ്വലിക്കുന്നത് നമ്മുടെ ദൈനംദിനത്തിലുള്ള കൗദാശിക ജീവിതത്തിലൂടെയാണ്. ഏറെ പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന പോലെ പരിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാന അർപ്പണവുമാണ്. പരിശുദ്ധാത്മാവിനെ ഇന്നും നമുക്ക് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാ ശക്തി ഉജ്ജ്വലിക്കുന്ന രണ്ട് അവസരങ്ങളാണ് പരിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും എന്ന് പറയുന്നത്. കുമ്പസാരത്തിലൂടെ നമുക്കറിയാം, കുമ്പസാരത്തിലൂടെ ഒരു വ്യക്തി പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു, തീരുമാനമെടുക്കുന്നു, ചെയ്തുപോയ പാപങ്ങൾ ഈശോയോട് ഏറ്റുപറഞ്ഞ് അതിനുള്ള അനുഗ്രഹങ്ങൾ, പാപമോചനം ആയിട്ട് എടുക്കുന്നു. അങ്ങനെ പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധ റൂഹ സഹായിക്കും എന്നുള്ളത് നമുക്കറിയാം. വീണ്ടും പാപം ചെയ്യാതിരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ പ്രവർത്തനം നമ്മൾ ഉജ്ജ്വലിക്കുന്ന ഒരു അവസരമാണ്. വിശുദ്ധ കുർബാന ഈശോയുടെ കാൽവരി ബലിയർപ്പണമാണ്. പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനമാണ് വിശുദ്ധ കുർബാന. അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തമായിട്ട് മാറ്റുന്ന പരിശുദ്ധാത്മാവാണ്. കുർബാനയെ പ്രാർത്ഥിക്കുന്നുണ്ട്. റുഹാഷണ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ പരിശുദ്ധാത്മാവാണ് അപ്പത്തെയും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇത് സ്വീകരിക്കുന്ന നമ്മിലും, ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മിലും പരിശുദ്ധ റുഹായുടെ പ്രവർത്തനം നിറയാണ്, അല്ലെങ്കിൽ ജ്വലിക്കുകയാണ്. അനുദിനമുള്ള കുദാശ അർപ്പണത്തിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിൽ ഉജ്ജ്വലിക്കുന്നു. അപ്പോൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാം, ഈശോയെ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിലൂടെ പാപത്തെ ഉപേക്ഷിക്കാൻ, വിശുദ്ധ ജീവിതം സ്വീകരിക്കാനും നമ്മൾ തയ്യാറെടുക്കുന്നതിലൂടെ, തീരുമാനമെടുക്കുന്നതിലൂടെ, വീണ്ടും ഏറ്റവും ഒടുവിലായിട്ട് അനുദിനമുള്ള കൂദാശ അർപ്പണത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മൾ നിറയപ്പെടുന്നു. ഇനിയുമുണ്ട് ധാരാളം വഴികൾ. ദൈവവചനം വായിക്കുന്നതിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ, നന്മ പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സിൽ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ പരിശുദ്ധാത്മാവ് അനുദിനം നമ്മൾ ഉജ്ജ്വലിക്കാൻ കാരണമാകുന്ന വഴികളുണ്ട്. അത് നമുക്ക് പ്രത്യേകമായിട്ട് ചെയ്യുകയും നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സമർപ്പിക്കുകയും ചെയ്യാം. ഈശോ പറഞ്ഞിട്ടുള്ളത് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഈ പെന്തക്കോസ്താ ദിനം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു അവസരമാവട്ടെ. അതിനുള്ള അഭിഷേകം നിങ്ങൾ നിറയട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും ഭരിക്കട്ടെ, നിയന്ത്രിക്കട്ടെ. ആമേൻ.